ആലപ്പുഴയിൽ നവജാത ശിശുവിന് ഗുരുതര വൈകല്യമുള്ള സംഭവവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ സ്കാനിംഗ് സെന്ററിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ച് നടക്കുകയാണ്. ഗുരുതര വൈകല്യങ്ങളോടെ ജനിച്ച കുഞ്ഞിനെ ഇന്ന് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കാനിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് സ്കാനിംഗ് സെന്ററിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നടക്കുന്നത്. ഷൈജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷൈജു, എന്താണ് അവിടുത്തെ സാഹചര്യം? സംഘർഷഭരിതമാണോ? അമൃത, ഡിവൈഎഫ്ഐയുടെ 2 ലാബുകളിലേക്കും, അതായത് മിഡാസ് സ്കാൻ സെന്ററിലേക്കും ഈ ശങ്കേഴ്സിലേക്കും മാർച്ച് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അവർ ആദ്യം എത്തിയിരിക്കുന്നത് മിഡാസ് സ്കാൻ ലബോറട്ടറി എന്ന ഈ സ്ഥാപനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. സംഘർഷമില്ല. പോലീസ് ഇവിടെ ബാരിക്കേഡ് കെട്ടി ലാബിന് മുന്നിൽ തന്നെ തടഞ്ഞിട്ടുണ്ട്. ഈ തടഞ്ഞ സ്ഥലത്ത് അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ആദ്യം ബാരിക്കേഡ് തള്ളി അകത്ത് കയറാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമം അവർ ഉപേക്ഷിച്ച് ഇപ്പോൾ അവിടെ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇതിന് മുന്നിലുണ്ടായിരുന്ന മിഡാസ് എഴുതിയൊരു ഫ്ലെക്സ് ബോർഡ് അവർ അത് എടുത്ത് നിലത്തിട്ട് ചവിട്ടിക്കളഞ്ഞു. ഇപ്പോൾ ഈ ലാബിന് മുന്നിലാണ് പ്രവർത്തകരുള്ളത്. അധികം പ്രവർത്തകരില്ല. വലിയ പോലീസ് സന്നാഹം ഈ പ്രദേശത്ത് ഉണ്ട്. ഇപ്പോൾ ഇതിന് മുന്നിൽ അവർ മുദ്രാവാക്യം വിളിക്കുകയാണ്. പ്രതിഷേധ യോഗം അല്പസമയത്തിനകം ഉണ്ടാകും. ചെറിയൊരു പ്രതിഷേധ യോഗമായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം അവർ അടുത്ത ലാബിലേക്ക് മാർച്ച് നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഇവിടെ സംഘർഷഭരിതമല്ല, പക്ഷെ പ്രതിഷേധം ഇന്നലെ ഈ കുട്ടിയുടെ കാര്യത്തിലുണ്ടായ സംഭവത്തിന് നേരെയുള്ള വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ ഭരണമുന്നണിയുടെ യുവജന സംഘടന നേരിട്ട് ഈ ലാബുകൾക്കെതിരെ, അതായത് ലാബുകളുടെ കൊള്ള അവസാനിപ്പിക്കുക, ഇത്തരം ഒത്തുകളികൾ നിർത്തണം, ലാബുകളെ നിയന്ത്രിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തിയിട്ടുള്ളത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ടൗൺ ഹാളിന്റെ പരിസരത്ത് നിന്ന് ആരംഭിച്ച് ഈ മിഡാസ് സ്കാൻ സെന്ററിന് മുന്നിലേക്കാണ് ഈ എത്തിയത്. ആദ്യം ഇവർ എത്തി അവിടെ സ്ഥാപിച്ചിരുന്ന ഒരു ഫ്ലെക്സ് ബോർഡ് ഉണ്ടായിരുന്നു. മിഡാസ് ലാബിന്റെ ഫ്ലെക്സിലെ ബോർഡ് ഇളക്കിയെടുത്ത് നിലത്തിട്ട് ചവിട്ടി തകർത്തു. അതിനുശേഷം ഒരു ബാരിക്കേഡ് തള്ളി അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ പോലീസ് തടയുകയാണ് ഉണ്ടായത്. പിന്നീട് ഇവർ അടങ്ങി നിൽക്കുകയും ഈ ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്ത് അവരുടെ മുദ്രാവാക്യം വിളി തുടർന്നു. അതിനുശേഷം ഇപ്പോൾ ചെറിയ ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. വൃത. ശരി, ഷൈജു ആണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.